ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലുമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതായത് മിക്കവാറും ആൾക്കാർക്ക് ഇത് അറിയാം, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. റോപ്പ്, നമ്മുടെ മുറിഞ്ഞു പോയ റോപ്പ് തമ്മിൽ സ്പ്ലൈസ് ചെയ്യാന്ന് പറയും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നിൽക്കുന്ന സാധാ റോപ്പ് പോലെ തന്നെ ഉണ്ടാവും, പക്ഷേ ഒരിക്കലും ഇത് അഴിഞ്ഞു പോകില്ല. അത് എന്ത് ഹെവി വെയിറ്റ് എടുത്താലും പിടിച്ചു വലിച്ചാലും അത് അഴിഞ്ഞു പോകുന്ന ഒരു പ്രശ്നമേ ഇല്ല. അതുകൂടാതെ നമുക്ക് ടൈം, ഇപ്പം നമ്മൾ റോപ്പിൻ്റെ തലയ്ക്ക് ഒരു തള വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഇങ്ങനെ പിടിച്ച് കെട്ടിടാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ പക്ഷേ അതിനേക്കാൾ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്പ്ലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ചേർത്ത് സ്പ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ ഒരിക്കലും അഴിയില്ല. നോക്കാം, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് ടൈപ്പും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൈപ്പാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട റോപ്പിൻ്റെ ഇഴകൾ മൂന്നാക്കി വെക്കുക. ഇത്ര മതി. ഒരു ചെറിയൊരു തളയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇത്ര വലിപ്പം മതി. നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗത്തുള്ള ഇഴ നമ്മൾ വേറെ ആക്കുക. വേറെ ആക്കിയതിന് ശേഷം ഫസ്റ്റ് ഒരു സൈഡ് എടുത്ത് ഇതിനുള്ളിലൂടെ പാസ് ചെയ്യുക. ഈ ഇഴയുടെ ഉള്ളിലൂടെ പാസ് ചെയ്യുക. പാസ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഓക്കെ, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ഒന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്, ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തത് നമ്മൾ കയറ്റേണ്ടത് ഇതിലാണ്. ഒരെണ്ണം നമ്മളിവിടെ വിട്ടിട്ട് രണ്ടാമത്തേലാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിക്കും നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തത് നമ്മളിതിൽ കയറ്റി. ഇനി മൂന്നാമത്തത് നമ്മൾ കയറ്റേണ്ടത് ഏതിലാണ്? മൂന്നാമത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇതിലാണ്. ഇതിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം 3 റോപ്പ് നമ്മളിതിൽ കയറ്റി കഴിഞ്ഞു. മൂന്ന് ഭാഗത്തായിട്ട് നമ്മളിതിൽ കയറ്റി കഴിഞ്ഞു. ഓക്കെ, ഇനിയാണ് കളി. ഇനി നമ്മൾ എപ്പോഴും ഇപ്പോൾ ഈ റോപ്പ് നമ്മൾ ഇതിൽ ഈ ഒരെണ്ണം ഇവിടെ വിട്ട് അടുത്തതിലാണ് നമ്മൾ മറിക്കേണ്ടത്. ഈ മറിയാണ് ഇതിൻ്റെ മെയിൻ പ്രധാനം. അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, കാണാനും വൃത്തി ഉണ്ടാവില്ല. മറി തെറ്റിക്കഴിഞ്ഞാൽ സ്പ്ലൈസ് ആവില്ല. മറിയിലാണ് ഇതിൻ്റെ മൊത്തം പ്രത്യേകത കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ ഒരു കെട്ടോ ഒരു കാര്യം ഒന്നും കാണില്ല, പക്ഷേ ഇതിനോട് ജോയിൻ്റ് ആയിട്ടുള്ളത് കാണും. ഇനി അടുത്തത് അങ്ങനെ നമ്മൾ മൊത്തം ചെയ്ത് തീർക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ റോപ്പ് വീഡിയോ ഒന്ന് സ്ലോ ആക്കിയിട്ട് പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ഇത് എടുക്കുന്നതുള്ളത്. അതിനാണ് ഞാൻ ക്യാമറയുടെ തൊട്ടടുത്ത് കൊണ്ടിരുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഈ റോപ്പ് ഇതിനെ വിട്ട് അടുത്തതിലേക്കാണ് മറിക്കുന്നത്, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ എല്ലാ ഇഴകളും നമ്മൾ ഒന്ന് വിട്ട് ഒന്നിലേക്ക് മറിക്കുക. അപ്പോൾ ഇത് വിട്ടു അടുത്തതിലേക്കാണ് ഇതിൻ്റെ ഈ തല മറിക്കുക. ഇപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ കടലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ കിട്ടുന്ന ആളുകളാണെങ്കിൽ ഇത് അവിടെ വളരെ ഉപകരിക്കുന്നൊരു ജോലിയാണ് സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. കുറേ പേർക്ക് ഇത് അറിയില്ല, കുറേ പേർക്ക് അറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു കെട്ടോ കാരണം ഒന്നും കാണില്ല. പക്ഷേ ഇതൊരിക്കലും നമ്മൾ എന്ത് ഹെവി വെയിറ്റ് റോപ്പ് പൊട്ടാന്നല്ലാതെ ഇത് അഴിഞ്ഞു പോകുന്ന പ്രശ്നമല്ല. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ശരിക്കും കാണാം, കണ്ടോ? ഇതാണ് ഇതിൻ്റെ സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും. പഴയ നമ്മുടെ റോപ്പ് പോലെ തന്നെ പടം ഇച്ചിരി വണ്ണം കൂടി, പക്ഷേ അവിടെ തളമായി. ഈ തള നമുക്ക് എന്തിനാവശ്യമാണോ അതിന് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി 2 ഭാഗത്തോടെ ജോയിൻറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആ റോപ്പ് തന്നെയാണ് അഴിച്ചെടുത്തത്. വേറെ ഇതിന് വേണ്ടിയിട്ട് പിന്നെ റോപ്പ് വേസ്റ്റ് ആക്കണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതും ഇതേപോലെ 2 സൈഡും ഇഴകൾ അഴിച്ചു മാറ്റുക. 3 എണ്ണം, 3ഉം ഒന്നിനിടയിലേക്കായിട്ട് കയറ്റുക. ഫസ്റ്റ് നോക്കിക്കോ, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കറക്റ്റ് കയറ്റിയതിന് ശേഷം നമ്മളിവിടെ ഇങ്ങനെ ഈ സൈഡ് ഈ 3 പീസും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന 3 പീസും നമ്മളിവിടെ ഈ കയ്യിൽ മുറുക്കി പിടിച്ചു. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുള്ളത് ഈ ഭാഗത്ത് ഈ റോപ്പിൻ്റെ പീസാണ്. അത് ഞാൻ ഈ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്യാം. ഞാൻ ചെയ്തത് എൻ്റെ ഒരു എളുപ്പത്തിന് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മാത്രം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ ഈ റോപ്പ് വിട്ടു, ഈ പീസ് ഇത് നമ്മൾ വിട്ടു, ഇതിലേക്ക് നമ്മൾ കയറ്റും. അതിൻ്റെ ഇഴ നമ്മൾ വേർപെടുത്തി അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇതിൻ്റെ ഓരോ ഇഴകളും ഇങ്ങനെ കയറ്റി. അതേപോലെ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ വിടും. അടുത്തതിൻ്റെ ഇതിലേക്ക് നമ്മളിത് കയറ്റും.
ഇത് ഒഴിവാക്കി ഇതിലേക്ക് നമ്മളിത് കയറ്റും. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, മൂന്ന് പീസായിട്ട് ഭാഗത്തായിട്ട് നിൽക്കുന്നു. അതേപോലെ തന്നെ ഓരോ കഴിയുന്നവരെ നമ്മൾ അങ്ങോട്ടും മറിച്ച് കൊണ്ടുവന്നേ ഉള്ളൂ. ഇത് ഇത് കടലുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, റോപ്പ് ഉപയോഗിക്കുന്ന വർക്കേഴ്സിനും ലേബേഴ്സിനും അതേപോലെ തന്നെ തടിയൊക്കെ മരങ്ങളൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന അവർക്കൊക്കെ പറ്റിയ പണിയാണ്. കാരണം ചില ഭാഗത്ത് നമ്മൾ കെട്ടിടുമ്പോൾ റോപ്പ് നമ്മുടെ ആവശ്യത്തിന് വലിച്ചെടുക്കുമ്പോൾ ആ കെട്ട് അവിടെ കുരുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും പോവാതെ നമ്മൾ സ്റ്റക്കായി പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ ആണെങ്കിൽ, പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ വക പ്രശ്നമല്ല. റോപ്പ് പോലെ തന്നെ തിരിച്ച് നമ്മൾ വലിക്കുന്നിടത്തേക്ക് വരും. കാരണം ഇതിന് കുരുങ്ങാൻ തടസ്സങ്ങളൊന്നുമില്ല. ഇത് റോപ്പ് പോലെ തന്നെ, പക്ഷെ അതിൽ ഇച്ചിരി വണ്ണം കൂടുന്നു മാത്രം. ഈ സൈഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇത് വേണമെങ്കിൽ നമുക്ക് വെട്ടിയെടുക്കാം. ഈ തുമ്പുകൾ നമുക്ക് കത്രി കൊണ്ടോ ബ്ലേഡ് ഉപയോഗിച്ചോ വെട്ടിയെടുക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ചെറിയൊരു നൂല് കെട്ടിയിട്ടെടുത്താലും മതി. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ലൈറ്റർ കാണിച്ചിട്ട് നമ്മൾ ചൂടാക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വൃത്തിയായിട്ട് നിൽക്കും. ഈ സൈഡ് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഫസ്റ്റ് വെച്ച മറ്റേ 3 ഇഴ ഇവിടെ ഉണ്ട്. അത് ഇതേപോലെ അങ്ങോട്ടും ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ റോപ്പ് സ്പ്ലൈസിങ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കാണാൻ പറ്റും, അതിമനോഹരമായിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ ശേഷം വണ്ണം കുറഞ്ഞ റോപ്പാണെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പ്ലൈസ് ചെയ്ത ഭാഗത്ത് ആ ഇതുണ്ടാവില്ല. കണ്ടോ നിങ്ങൾ? ഇപ്പം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. ഇത് ഒരിക്കലും ഒരു കാരണവശാലും ഇതഴിയില്ല. ഇതിനി അറുത്ത് കത്തി കൊണ്ട് മുറിക്കാന്നല്ലാതെ ഇത് അറുന്നില്ല. ഇപ്പോൾ ഇതൊരു തളമായി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ പീസ് എടുത്ത് കാണിച്ചതെന്ന് മാത്രം. എത്ര ഹെവി റോപ്പുകളും നമുക്ക് ചെയ്യാൻ പറ്റും. വലിയ റോപ്പാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഇഴകൾ, ഇതിൻ്റെ തുമ്പുകൾ ഇളകി വരാതിരിക്കാൻ നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് അടിക്കും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഈസിയായിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ തൽക്കാലം ലൈറ്റർ വെച്ച് ചൂടാക്കി കാണിച്ചെന്നേ ഉള്ളൂ. കഴിഞ്ഞു. ഇനി ഇത് വേണമെങ്കിൽ ഈ തുമ്പ് നമുക്ക് ഇവിടെ നിന്ന് മുറിച്ച് കളയാം. അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ സെറ്റായി. ഒരിക്കലും കഴിയില്ല. അങ്ങനെ ഈ റോപ്പുമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ റോപ്പ് സ്പ്ലൈസിങ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരിക്കലും ഇനി അഴിയാൻ സാധ്യതയില്ല. ഇതിൻ്റെ തുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റർ വെച്ച് ചൂടാക്കി ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ കത്രി വെച്ച് മുറിച്ച് കളഞ്ഞാലും മതി. ഇത് സിമ്പിളാണ്. അതിൻ്റെ മെത്തേഡൊന്ന് ശരിക്കും കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ ഉപകാരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കണ്ടില്ലെങ്കിൽ ഇതൊരിക്കലും ഇനി അഴിയില്ല. ഇത് മുറിച്ച് മാറ്റാതല്ല ഒരു രക്ഷയില്ല. കാണാൻ വൃത്തിയുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ 2 റോപ്പ് കൂടെ കൂട്ടി കെട്ടിടുമ്പോൾ ആ കെട്ട് കാണുമ്പോൾ അവിടെ ഇതുപോലെയാണ്. ഇതിപ്പോൾ അങ്ങനെ ആ പ്രശ്നമല്ല. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം, താങ്ക് യു.